മെത്രാന്മാരുടെ ദ്രവ്യാഗ്രഹം സഭയുടെ അപജയത്തിന്റെ ആക്കം കൂട്ടും. ക്ലിമ്മിസ് പിതാവ് ലുലുവിന്റെ 1 കോടി വാങ്ങിയത് ശരിയായില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സുവിശേഷ പ്രസംഗം കൊണ്ട് വിഖ്യാതമായി തീർന്ന ഒരു പരിപാടിയാണ് കർദിനാൾ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ ക്ലിമ്മിസ് കാത്തോലിക്ക ബാവയുടെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷം. അതിൽ മുഖ്യമന്ത്രി ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 60 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം കാണാതെ പറഞ്ഞു മെത്രാന്മാരെയും വിശ്വാസികളെയും ഞെട്ടിച്ചു. ബൈബിളിലെ വാക്യം കാണാതെ പറയുക എന്നത് നിസ്സാരമല്ല. വി.ഡി. സതീശന് നിരവധി വാക്യങ്ങൾ കാണാതെ അറിയാം. 50 വാഗ്ദാന വാക്യങ്ങൾ കാണാതെ പഠിച്ചാൽ ആരാണെങ്കിലും അയാളുടെ തലവര മാറുമെന്നത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. ബൈബിൾ ഒരു ഉടമ്പടി ഗ്രന്ഥമാണ്, ആത്മീയ ഗ്രന്ഥം മാത്രമല്ല. വിഷയം അതല്ല. ഈ പരിപാടിയിൽ ലുലു ഗ്രൂപ്പ് 1 കോടി രൂപ ക്ലിമ്മിസ് പിതാവിന്റെ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് നൽകി. ഈ പരിപാടിക്ക് ഇവരെ ക്ഷണിച്ചതന്നെ ഇങ്ങനെ ഒരു സംഭാവന പ്രതീക്ഷിച്ചാണെന്നവർ മനസ്സിലാക്കിയെന്നത് വലിയ ആത്മജ്ഞാനമാണ്. അത് ഉൾക്കൊണ്ട് അവർ 1 കോടി നൽകി. എന്തിനാണ് ക്ലിമ്മിസ് പിതാവിന് ഈ പണം? തിരുവനന്തപുരത്ത് 100 ഏക്കർ ഭൂമി കണ്ണായ സ്ഥലത്ത് ഉള്ള സഭയാണ് മലങ്കര സഭ. അതിൽ 1 സെന്റ് കൊടുത്താൽ 1 കോടി കിട്ടും. സഭ ചെറുതെങ്കിലും എത്ര വലിയ വരുമാനമുള്ള സഭയാണ് മലങ്കര സഭ. എന്നിട്ട് മതിയാവുന്നില്ലേ? ബൈബിളിൽ അബ്രഹാം തന്റെ കസിനായ ലോത്തിനെ സോദോം ഗോമോറ രാജാക്കന്മാരുടെ യുദ്ധത്തിൽ തട്ടിക്കൊണ്ടുപോയവരിൽ നിന്ന് മോചിപ്പിച്ച് മടങ്ങി വരുമ്പോൾ സോദോം രാജാവ് സ്വർണ്ണം ഉൾപ്പെടെ വമ്പൻ ഓഫറാണ് നൽകുന്നത്. അപ്പോൾ എബ്രഹാം പറഞ്ഞ വാക്കുകൾ മെത്രാന്മാർക്ക് ഓർമ്മയുണ്ടാകണം. അബ്രഹാം സോദോ രാജാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പിൽ ശബ്ദം ചെയ്യുന്നു. നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പോ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല. കാരണം ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നിങ്ങൾ പറയരുതല്ലോ. ഉൽപ്പത്തി 14:22-23. എന്താണ് അബ്രഹാം പറഞ്ഞതിൻ്റെ അർത്ഥം? പൂർണ്ണമായ ദൈവാശ്രയബോധം. എല്ലാ മഹത്വവും ദൈവത്തിന്. പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ക്ലിമ്മിസ് പിതാവ് ഒരു ഞായറാഴ്ച സ്തോത്ര കാഴ്ച പ്രത്യേക നിയോഗമായി ആവശ്യപ്പെട്ടാൽ 1 കോടി നിസ്സാരമായി ജനം നൽകും. മലങ്കര സഭ ഒരു വലിയ അനാഥാലയം ജാതിമത ഭേദമില്ലാതെ പാവങ്ങൾക്ക് വേണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലുലു 1 കോടി അതിൻ്റെ പേരിൽ നൽകിയാൽ സ്വീകരിക്കാം. കാരണം അത് പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണല്ലോ. മാർപ്പാപ്പയ്ക്ക് ലംബോർഗിനി കിട്ടിയാൽ അത് അന്ന് തന്നെ ലേലം ചെയ്ത് പിറ്റേന്ന് ആഫ്രിക്കയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നൽകും. അതാണ് കത്തോലിക്ക സഭയുടെ പാരമ്പര്യം. രാജാക്കന്മാരോട് ബൈബിൾ ഉപദേശമാണ്, രാജാവ് സ്വർണം കൂട്ടിവയ്ക്കരുത്, കുതിരകളുടെ എണ്ണം കണ്ട് മതിമറക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കണം. ലുലു തന്ന പണം FD ഇട്ട് അതിന്റെ പലിശ കൊണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ നിൽക്കരുത്. അത് മലങ്കര സഭയുടെ ആശുപത്രികളിൽ പ്രസവത്തിന് വരുന്ന 400 വനിതകളിൽ ബിൽ ഫ്രീ ആക്കി കൊടുത്ത് ആ കടം ഇപ്പോൾ തന്നെ വീട്ടണം. വൈദികരുടെ ദ്രവ്യാഗ്രഹമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അടിസ്ഥാന പ്രശ്നം. ഇക്കാരണത്താൽ അവർക്ക് മെത്രാന്മാരെ അനുസരിക്കാൻ കഴിയില്ല. ദൈവത്തെയും മാമോന്മാരെയും ഒരുപോലെ സേവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് കർത്താവ് പറയുന്നത് പ്രാസം ഒപ്പിച്ച പഞ്ച് ഡയലോഗല്ല. മമ്മോൻ എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹത്തിന് കറസ്പോണ്ടിങ് സാത്താന്റെ പേരാണ്, അല്ലാതെ ഒബ്ജക്ട് ലീഡിംഗ് അല്ല. ജഡികാസക്തിയുടെ സാത്താന്റെ പേര് ആസ്മോദസ് എന്നാണ്. അഹങ്കാരം ലൂസിഫർ, പണമോഹം മമ്മോൻ. അങ്ങനെ 7 മൗലിക പാപങ്ങൾ കറസ്പോണ്ടിങ് സാത്താനുണ്ട്. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ നിന്റെ ചുറ്റും നടക്കുന്നുണ്ട് എന്ന് പത്രോസ് ശ്ലീഹ പറയുന്നത് കിട്ടുന്നതനുസരിച്ച് ദാനം ചെയ്യാത്തവർക്കുള്ള ഭീഷണിയാണ്. മെത്രാന്മാർ ഷംഷ ബാദു ആർച്ച് ബിഷപ്പ് പ്രിൻസ് പാണങ്ങാടൻ പിതാവിനെ കണ്ടുപഠിക്കണം. 100 കിട്ടിയാൽ 101 രൂപ ദാനം ചെയ്യും. പാവങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്ത. മെത്രാൻ മാർ അബ്രഹാം പറഞ്ഞത് നിരന്തരം ഓർമ്മിക്കണം. സഭയെ വളർത്തുന്നത് കർത്താവായിരിക്കണം. ഒന്നുകിൽ പണം ലുലു ഗ്രൂപ്പിന് തിരികെ നൽകണം, അത് പാവങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇല്ലെങ്കിൽ 1 കോടി രൂപ പാവങ്ങൾക്ക് സഭയുടെ ആശുപത്രികൾ വഴി ഉടൻ ലുലുവിന്റെ പേരിൽ വിതരണം ചെയ്യും. ആ പണം കൂട്ടിവയ്ക്കാൻ പാടില്ല. ദ്രവ്യാഗ്രഹം ഉപേക്ഷിക്കണം.